ആമി എന്തൊക്കെയോ അവനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആത്രയൊന്നും കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്കും ചുണ്ടുകളിലേക്കും മുഖത്തേക്കും ശംഖ് പോലുള്ള അവളുടെ വെളുത്ത കഴുത്തിലേക്കുമെല്ലാം കണ്ണുകൾ കൊണ്ട് നോക്കുന്ന തിരക്കിലായിരുന്നു. താൻ ഓരോന്ന് ചോദിച്ചിട്ടും മറുപടി പറയാതെ നിൽക്കുന്ന ആത്രയെ കണ്ടതും ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് ആമി ചോദിച്ചു, എന്താ കണ്ണേട്ടാ? ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി മുഴുവൻ ചോദിക്കാൻ കഴിയാതെ ആമി ഉമിഞ്ഞിറക്കിപ്പോയി. വശ്യമായ നോട്ടം ആമിക്ക് ശരിക്കും താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അവൾ എന്തോ അവനോട് പറയുവാൻ ഒരുങ്ങുമ്പോഴേക്കും അവന്റെ ബലിഷ്ഠമായ നനഞ്ഞ കൈ അവളുടെ ഇടുപ്പിലൂടെ പൊതിഞ്ഞു പിടിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറിയിരുന്നു അവൻ. ശരീരത്തിൽ നിന്ന് മഴത്തുള്ളിയുടെ അംശങ്ങൾ ആമിയുടെ ദേഹത്തും പറ്റിച്ചേർന്നിരുന്നു. തന്റെ ജീവൻ പോലും വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ചുംബനം. ആമിയെ ചുംബിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ കൈകൾ അവളുടെ ശരീരമാകെ അലയുന്നുണ്ടായിരുന്നു. അവളുടെ മാറിലും അണിവയറിലുമെല്ലാം അവന്റെ കൈകൾ സ്ഥാനമുറപ്പിക്കുമ്പോൾ ആമി കൂടുതലായി അവനിലേക്ക് ചേർന്ന് നിന്നു. ചുംബിച്ചുകൊണ്ട് തന്നെ അവളെ എടുത്തുയർത്തി അവൻ മുറിയിലേക്ക് കയറിയതും അവളെ ബെഡിലേക്ക് ചേർത്ത് കിടത്തിയതുമൊക്കെ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു ആമി ആ നിമിഷം. ഒടുവിൽ അവളുടെ കിഴിച്ചുണ്ടിനെ ഒന്ന് ഉണഞ്ഞെടുത്തുകൊണ്ട് ആത്രയി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇനിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ടോ പെണ്ണെ? സ്വന്തമാക്കട്ടെ നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും. ആത്രയുടെ പ്രണയപൂർണമായ ചോദ്യത്തിൽ ആമി അവനൊരു പുഞ്ചിരിയാണ് സമ്മതമെന്നോണം കൈമാറിയത്. അത്രയും മതിയായിരുന്നു ആത്രയ്ക്കും. അവന്റെ കൈ കൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ അവളിൽ നിന്ന് അടർന്നു മാറുന്നതും അവന്റെ കൈകൾ അവളുടെ വെണ്ണക്കൽ പോലുള്ള ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്നതും ചില സമയങ്ങളിൽ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാണിക്കുകയും ചിലപ്പോൾ നോവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രണയപൂർവ്വം അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും നുകർന്നെടുക്കുകയായിരുന്നു ആത്രൈ. ഏതോ ഒരു നിമിഷത്തിൽ അവിടം പ്രണയം മാറി വന്യത കൈവരിക്കുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. ആത്രയുടെ വന്യത ആമിയിൽ നിറഞ്ഞാടി. ആദ്യമായി അറിയുന്ന കാമം എന്ന മനോഹരമായ വികാരം രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ചു. വേദന കൊണ്ട് ആമിയുടെ കണ്ണുകൾ പലപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവളുടെ ചൊടിയിൽ താൻ തന്റെ കണ്ണേടന്റെ പൂർണ്ണമായതിലുള്ള സന്തോഷം നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു ആ സമയവും. ഒടുവിൽ ഒരു തളർച്ചയുടെയും കിതപ്പോടെയും ആമിയുടെ ശരീരത്തിൽ നിന്നും അകന്നു മാറിയവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. ശേഷം ചെരിഞ്ഞു കടഞ്ഞുകൊണ്ട് തന്റെ പെണ്ണിനെ നോക്കിയപ്പോൾ കണ്ടു, കണ്ണുകൾ അടച്ചുകൊണ്ട് മാറവരെ പുതപ്പ് പുതച്ച് ചുവന്ന മുഖത്തോടെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ആമിയെ. ഒരു ചോദ്യത്തിനോ ഉത്തരത്തിനോ നിന്നില്ല. പതിയെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുമ്പോൾ ഇരുവരുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷം മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നത്. ദേ കൃഷ്ണ, ഞാനൊരു കാര്യം പറയാം. നീ വേണം ശങ്കരേട്ടനോട് കാര്യങ്ങളുടെ സീരിയസ്നെസ് പറഞ്ഞു മനസ്സിലാക്കുവാൻ. രാമനാഥവർമ്മയുടെ ഇളയ സഹോദരി ശൈലജയുടെ ഭർത്താവ് മാളവികയുടെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് 2 ദിവസമായി. ശൈലജയും മാളവികയും ഒരു പാവമായിരുന്നെങ്കിൽ കൃഷ്ണനും അയാളുടെ മകൻ വൈഭവിനും പണത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്റെ പൊന്നു ഭാനു ചേച്ചി, പറയുന്ന കൊണ്ട് ഒന്നും തോന്നരുത്. ഈ ശങ്കരേട്ടൻ എന്താ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വന്നു കയറിയതാണ്. പക്ഷെ ശങ്കരേട്ടൻ അങ്ങനെയല്ലോ. ഒന്നുമില്ലെങ്കിലും ഭാനു ചേച്ചിയുടെ അപ്പച്ചിയുടെ മകനല്ലേ ശങ്കരേട്ടൻ. സത്യത്തിൽ ഞങ്ങളെക്കാട്ടും അവകാശവും അധികാരവും ഒക്കെ ശങ്കരേട്ടൻ ഇവിടെയുണ്ട്. എന്നാൽ ശങ്കരേട്ടനോ സ്വത്തുക്കളോടൊന്നും യാതൊരു ആർത്തിയുമില്ല. എന്തിനു പറയുന്നു, വേദിക മോളെ ദേവാൻഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോലും ശങ്കരേട്ടന് ഇഷ്ടമില്ല. ഛേ, ഇങ്ങനെ ഉണ്ടാവും അച്ഛന്മാർ. എന്റെ മോൾക്കാണെങ്കിൽ 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. കൃഷ്ണൻ ആർത്തിയുടെ സ്വത്തുകൾ മോഹിച്ചുകൊണ്ട് പറഞ്ഞതും ഭാനുമതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ആ പൂതി നീ അങ്ങ് മനസ്സിൽ വെച്ച് പൂട്ടിയേക്ക് കൃഷ്ണ. എന്റെ മകൾ വേദികയായിരിക്കും ദേവാൻഷിന്റെ ഭാര്യ ആവുന്നത്, അല്ലാതെ 18 വയസ്സ് തികഞ്ഞ നിന്റെ മോളല്ല. അതൊരിക്കലും നടക്കുകയുമില്ല. അറിയാലോ നിനക്ക് ഈ ഭാനുമതിയെ. വെറുതെ വേണ്ടാത്ത മോഹങ്ങളൊന്നും മനസ്സിൽ കയറണ്ട. സ്വത്തുക്കളെല്ലാം നമ്മുടെ കൈക്കുള്ളിൽ എത്തിപ്പെട്ടാൽ ഒരു വിഹിതം നിനക്ക് ഞാൻ നൽകും. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പിന്നെ അതിന്റെ മുകളിൽ നീ ഓരോ മനക്കോട്ട കെട്ടി എന്നെ ചതിക്കാമെന്ന് കരുതിയാൽ അറിയാലോ ചിറക്കൽ കോവിലകത്തെ ഭാനുമതിയെ നിനക്ക്. അയ്യോ എന്റെ ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചി എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അല്ല, ശങ്കരേട്ടൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ചേച്ചി നിർബന്ധിച്ചുകൊണ്ട് വലിയ അളിയനോട് സംസാരിച്ചു, ശരി. പക്ഷേ അതല്ലല്ലോ അതിന്റെ ഒരു ശരി. തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി നമുക്കൊന്ന് സംസാരിക്കേണ്ട ഈ വിവാഹത്തെ പറ്റി വേണം. എന്തായാലും ഞാൻ വലിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുചേർന്നിരുന്ന് ഈ കാര്യം ഒഫീഷ്യലായി തീരുമാനിക്കണം. അത്രയും പറഞ്ഞ് ഭാനുമതി അകത്തേ കയറിപ്പോയി. ഹോ, എന്തൊരു അഹങ്കാരമാണ് ഈ പെണ്ണുമ്പിള്ളക്ക്. ദൂരേക്ക് നടന്നു പോകുന്ന ഭാനുമതിയെ നോക്കി കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണേട്ടാ ചായ. ശൈലജ കൃഷ്ണനുള്ള ചായയുമായ ആ സമയമാണ് അങ്ങോട്ട് വന്നത്. ഓ വന്നോ, നാശം പിടിച്ചത്. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ ശൈലജ നിലത്തേക്ക് തെറിച്ചു വീണു പോയി. അയ്യോ അച്ഛാ, എന്തായി കാണിക്കുന്നത്? മാളവിക ഓടി വന്ന് ശൈലജയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. മാറി നിൽക്കടി അങ്ങോട്ട്, ഒന്നിനും കൊള്ളാത്ത പാഴ്ജന്മങ്ങൾ.
കണ്ടു പഠിക്കണേ നിന്റെ ചേച്ചി ഭാനുമതിയെ. കണ്ടില്ലേ ഓരോരോ കാര്യങ്ങൾ ഒപ്പിച്ചെടുത്ത് സ്വത്തുക്കൾ കൈവശമാക്കാൻ നോക്കുന്നത്. നീ നിന്റെ മകളും ഇതുപോലെ ഈ തറവാട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കുടിക്കോ? അവസാനം നമ്മൾക്കൊന്നും ഉണ്ടാകില്ല. അതിനെങ്ങനെയാ? കുറച്ച് സാമർത്ഥ്യം വേണം. അത് അമ്മയ്ക്കും മോൾക്കും ഇല്ല. രണ്ടും ഒന്നിനും കൊള്ളാത്ത പാഴ് വസ്തുക്കളാണ്. ആകെയുള്ളത് എന്റെ പൊന്നുമോൻ വൈഭവാണ്. ഏതായാലും അവനൊന്നും ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ ഒറ്റയ്ക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ തീറ്റിക്കില്ല ആരെ കൊണ്ടും. എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കൃഷ്ണൻ അകത്തേ കയറിപ്പോയി. അടികൊണ്ട് കരഞ്ഞിരിക്കുന്ന ശൈലജയുടെ അരികിലേക്ക് ചെന്ന് മാളുവരെ പതി എഴുന്നേൽപ്പിച്ചു. അമ്മേ, അച്ഛൻ എന്താ ഇങ്ങനെ? അറിയില്ല മോളെ, അമ്മയ്ക്കൊന്നും അറിയില്ല. വിങ്ങിപ്പൊട്ടി കരയുന്ന തന്റെ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ആ സമയം ഉഴരുകയായിരുന്നു അവൾ. അച്ഛൻ അമ്മയെ തല്ലുന്ന ഇത് ആദ്യമായിട്ടല്ല. ഈ 18 വർഷങ്ങൾക്കിടയിൽ എത്ര തവണ കണ്ടിരിക്കുന്നു. അച്ഛന് മനുഷ്യത്വം എന്നൊന്നും ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും തന്റെ അച്ഛൻ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷയിലാണ് മാളു. വർദ്ധിച്ച ഹൃദയഭാരത്തോടെ അവൾ മുറിയിലേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്ന് പോയി. ദേവേട്ടൻ! തന്റെ ഡയറിയിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ദേവാൻഷിനെ കാണുമ്പോൾ മാളുവിന്റെ ഹൃദയം പേടികൊണ്ട് ദ്രുതഗതിയിൽ മിടിക്കുവാൻ തുടങ്ങി. നിമിഷം നേരം കൊണ്ട് മാളുവിന്റെ ശരീരമെല്ലാം ഭയത്താൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഡയറി മുറുകെ പിടിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോടെ ദേവ മാളുവിന്റെ അരികിലേക്ക് നടന്നു വന്നു. അവൻ വരുന്നതിനനുസരിച്ച് മാളവിക പിറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു. അവസാനം ചുമരിൽ തട്ടി നിന്നു. തന്റെ അടുത്തേക്ക് വന്ന് തന്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ദേവാൻഷിന്റെ ചുടുനിശ്വാസം തന്റെ കവിളിലും ചുണ്ടിലും അടിക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു അവൾ ആ സമയം. എങ്കിലും അവൾ കണ്ണുകൾ തുറന്നില്ല. ഭയമെന്ന വികാരം അവളെ ഉടലാകെ കത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ. നിനക്ക് എത്രയടി പ്രായം? തന്റെ ശരീരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദേവാൻഷ് അങ്ങനെ ചോദിച്ചതും സത്യത്തിൽ എന്താണ് അവനോട് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു മാളുവിന്. അത് മാത്രമല്ല, അവനിപ്പോൾ തന്നോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് വ്യക്തമായി തന്നെ മാളുവിന് അറിയാം. ചോദിച്ച് കേട്ടില്ല എന്നുണ്ടോ മാളവിക? ആൻസർ മീ. അത് അത് പിന്നെ ദേവട്ട, 19. 19 വയസ്സുള്ള നിനക്ക് ഈ 30കാരനോട് പ്രണയമോ? എന്താടി നീ ഇതിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഡയറി മറ്റാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ കുട്ടിക്കളിക്ക് നിനക്ക് എന്നെ കിട്ടിയുള്ളൂ. അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായം ഇതല്ലേ, ചോരത്തിളപ്പ് കൂടും. നീ നിർത്ത് ദേവേട്ടാ. എങ്ങോട്ടാ ഈ പറഞ്ഞു പറഞ്ഞു പോകുന്നത്? ദേവാൻഷ് ഞെട്ടിക്കൊണ്ട് മുൻപോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു കത്തുന്ന മിഴികളല്ല അവനെ തന്നെ നോക്കുന്ന മാളവികയെ. തന്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ദേവാൻഷിനെ പിടിച്ച് മുൻപിലേക്ക് തള്ളിക്കൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി തട്ടിപ്പറിച്ചു വാങ്ങിയവൾ. മേലിൽ എന്റെ പ്രണയത്തെ ഒരു കളിതമാശയായി പറഞ്ഞാലുണ്ടല്ലോ. അതെ, എനിക്ക് ഇഷ്ടമാണ് ദേവേട്ടനെ. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രണയമല്ല. ഞാൻ പോലും അറിയാതെ എപ്പോഴോ എന്റെ മനസ്സിൽ കയറിക്കൂടി. പറയാൻ ഭയമായിരുന്നു. കാരണം പ്രായം തന്നെ. ഇനി അഥവാ ഞാൻ എന്റെ പ്രണയം ദേവേട്ടനോട് പറഞ്ഞാൽ ദേവേട്ടൻ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. കളി തമാശയായിട്ട് കൂട്ടുകയുള്ളൂ. അത് മാത്രമോ, വേദിക ചേച്ചിയുമായി ദേവേട്ടന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റല്ലേ? ചേച്ചി വിവാഹം കഴിക്കുന്ന ആളെ അനിയത്തി പ്രണയിക്കുന്നെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞാൽ അതൊന്നും ശരിയല്ല എന്ന് എന്റെ മനസ്സിനെ എത്ര പറഞ്ഞ് പഠിപ്പിച്ചിട്ടും പക്ഷെ ഏതോ ഒരു നിമിഷം കൈവിട്ടു പോയി. ഒരുപാട് മറക്കാൻ ശ്രമിച്ചതാണ്, കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഈ മാളവിക തീരുമാനിച്ചിരുന്നു. ഈ ജന്മത്തിൽ എനിക്ക് ദേവേട്ടനെ കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു ജന്മത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടാകില്ല. ഞാൻ അന്ന് മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചതാണ്. കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് മാളവിക ദേവന്റെ അരികിൽ വന്നുകൊണ്ട് മിഴികൾ താഴ്ത്തി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, സോറി ദേവേട്ടാ. അറിയാതെ അറിയാതെ ആഗ്രഹിച്ചു പോയതാ. വേദിക ചേച്ചിക്കുള്ളതാണ് ദേവേട്ടൻ എന്ന് അറിഞ്ഞിട്ടും മനസ്സിനെ പിടിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. ആരോടും പറയില്ല ദേവേട്ടാ. അച്ഛൻ അറിഞ്ഞാൽ കൊന്നു കളയും. വേദിക ചേച്ചിയുമായിട്ടുള്ള ദേവേട്ടനെ വിവാഹം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയിക്കോളാം ഞാൻ. ഒരിക്കലും ദേവേട്ടന്റെ മുൻപിലേക്ക് പോലും വരില്ല. ആരോടും പറയില്ല ദേവേട്ടാ, പ്ലീസ്. ഞാൻ മാളവിക കരഞ്ഞുകൊണ്ട് എന്തോ പറയുവാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുകെ പുണർന്നിരുന്നു. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് കണ്ണുകൾ തുറന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മാളവിക അവന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് നിന്നു. ആ നിമിഷം മാളുവിന് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൾക്ക് താൻ ഇപ്പോൾ കാണുന്നതെല്ലാം സ്വപ്നമാണെന്ന് പോലും തോന്നുന്നുണ്ടായിരുന്നു. ദേവാൻഷ് അവളെ എത്രത്തോളം ഇറുകി പുണരാൻ പറ്റുമോ അത്രത്തോളം ഇറുകിയായിരുന്നു അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നത്. സത്യത്തിൽ മാളുവിന് ഇതുവരെ ഉണ്ടായിരുന്ന ഭയം മാറി. അവിടെ വല്ലാത്ത പരിഭ്രമം വന്ന് മൂടുവാൻ അധികം നേരം വേണ്ടി വന്നില്ല. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? തന്നെ ദേവേട്ടൻ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ദേവേട്ടൻ തന്നെ പ്രണയിക്കുന്നു എന്നാണോ? ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മാളു ദേവന്റെ നെഞ്ചിൽ നിന്ന് മാറി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു. അപ്പോഴും മാളു വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം ദേവന്റെ മുഖത്തുണ്ടായിരുന്ന ഗൗരവം മാറി അവിടെ കുസൃതി ചിരി വിരുന്ന് അവൾ അന്തം വിട്ട് നോക്കി നിന്നു. എന്താണ് മാളവിക തമ്പുരാട്ടിയാകെ ഭയം നിൽക്കുന്നത്?
അവൻ ഓരോ ചുവടും മുൻപോട്ട് വെച്ചുകൊണ്ട് കുസൃതി ചിരിയോടെ മാളവികയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിനനുസരിച്ച് മാളു പിറകിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം ചുമരിൽ തട്ടി നിന്നും അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി ദേവനെ നോക്കി. ദേവേട്ടന് ദേവേട്ടന് എന്താ പറ്റിയത്? ഞാൻ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാ. അവൻ അവളുടെ ഇളം റോസ് ചുണ്ടുകളിൽ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് സംസാരിക്കുന്നതും തടഞ്ഞു നിർത്തിയതും കണ്ണുകൾ മിഴിച്ചുകൊണ്ട് മാളവിക അവനെ ഒന്ന് നോക്കി. ഇനി എന്റെ മാളൂട്ടി ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ദേവാൻഷിന്റെ മനസ്സിൽ എന്നോ കയറിക്കൂടി ഒരു 15 വയസ്സുകാരി പട്ടുപാവാടക്കാരി ഉണ്ടായിരുന്നു. എപ്പോഴാണ് നിന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നാ എനിക്ക് പോലും അറിയില്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കൾ നിന്റെ ദേഹത്തെ കൈവച്ചിട്ട് നിന്നോട് സംസാരിക്കുമ്പോൾ എന്റെ രക്തമെല്ലാം തിളച്ചു മറിയുമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. നീ അവരുടെ കൂടെ പുറത്തൊക്കെ ചുറ്റുവാൻ വേണ്ടി ഇറങ്ങി ഓടുമ്പോൾ നിന്നെ ഞാൻ ശകാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എന്തോ അവന്മാരുടെ കൂടെ നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ കലിയിളകും. ആദ്യം നീ എന്നെ 15 വയസ്സുകാരിയോട് 25 വയസ്സുകാരൻ തോന്നിയത് ഒരു അട്രാക്ഷൻ മാത്രമാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലായത് 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷയും കഴിഞ്ഞ് മഴ കൊണ്ട് നീ തിരികെ വീട്ടിൽ വന്ന അന്ന് രാത്രി പാനിച്ച് പിച്ചും പേയും പറഞ്ഞു കിടന്നത് വല്ലതും ഓർക്കുന്നുണ്ടോ നീ? അവൻ അവളെ ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളില്ല എന്നപ്പോൾ 2 വശത്തേക്ക് തലചലിപ്പിച്ചു. അന്ന് നിനക്ക് ബോധമില്ലായിരുന്നു പെണ്ണെ. അന്ന് നിന്നെയും എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്റെ ഹൃദയം ക്രമാതീതമായി പിടിക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞെട്ടറ്റ താമരത്തണ്ട് പോലെ നീ ഐസിയുവിൽ കിടക്കുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു, വിങ്ങി. നിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് നിന്നെ ഇറുകെ കെട്ടിപ്പുണർന്ന് ഒന്നുമില്ല നിനക്ക്, ഒന്നുമില്ല മാളു എന്ന് പറയാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അന്ന് ഞാൻ. ആ രാത്രി എനിക്ക് മനസ്സിലായി, ചിറക്കൽ കോവിലകത്തെ കൊച്ചു തമ്പുരാൻ ദേവാൻഷിന് വേണ്ടി പിറന്നവളാണ് ഈ മാളവിക തമ്പുരാട്ടി എന്ന്. ഒരു നിമിഷം ദേവാൻഷ് ഇരു കൈകളും പിണച്ചു കെട്ടിക്കൊണ്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും നിറഞ്ഞ കണ്ണുകളോടൊപ്പം ആ ഉണ്ടക്കണ്ണുകളൊന്ന് വിടർത്തിക്കൊണ്ട് മാളുവിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് ഒരു നിമിഷം വേണ്ടി വന്നില്ല. അവൾ ഓടി വന്ന് ദേവന് നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് അവന് ഇറുകെ കെട്ടിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞു. ദേവേട്ടാ, ദേവേട്ടാ, ഞാൻ വിശ്വസിച്ചോട്ടെ? സത്യാണോ എന്റെ ദേവേട്ടൻ പറയുന്നത്? ഈ മാളുവിനെ പ്രണയിക്കുന്നുണ്ടോ? കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും അവൾ ചോദിക്കുന്നു കേട്ടതും ദേവൻ അവളുടെ കവിളിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. മാളവിക, നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ എന്നെ എപ്പോഴാണ് പ്രണയിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി മോളെ. എനിക്ക് ഭയമായിരുന്നു നിന്നോട് എന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുവാൻ. കാരണം നീ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. മാത്രമല്ല വേദിക, അവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ നിന്നോടുള്ള എന്റെ പ്രണയം ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. പക്ഷേ എന്നിരുന്നാലും ഞാൻ വേദികയെ വിവാഹം കഴിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കാരണം അവളെ പോലുള്ള ഒരു ബിച്ചിനെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല നല്ലത് ഞാൻ വല്ല ട്രെയിനിനും തല വെക്കുന്നതാണ്. ദേവാൻഷ് പറയുന്നത് കേട്ടത് മാളവിക അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. നീ അധികം സന്തോഷിക്കേണ്ട, ഇനിയാണ് കടമ്പകൾ ഉള്ളത്. വേദികയ്ക്ക് പകരം ഈ ദേവൻ നിന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവിടെയുള്ളവർ അറിഞ്ഞാലുള്ള പുകിൽ എത്രമാത്രം ആയിരിക്കുമെന്ന് എന്റെ മോള് ചിന്തിച്ചു നോക്കിയേ. ദേവാൻഷ് പറഞ്ഞതും അത്രയും തന്നെ സന്തോഷത്തോടെ നിന്നിരുന്ന മാളുവിന്റെ മുഖം ഭയത്താൽ വിവരണമായി. ദേവേട്ടാ, എനിക്ക് പേടിയാകുന്നു. വേദിക ചേച്ചി, ചേച്ചി ഏട്ടന് ശരിക്കും അറിയാത്ത കൊണ്ടാ. എന്തെങ്കിലും സ്വന്തമാക്കുവാൻ ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ചതിപ്രയോഗം നടത്തിയാലും സ്വന്തമാക്കിയിരിക്കും ചേച്ചി. അതുപോലെ നമ്മുടെ ഈ ബന്ധത്തെ ഭാനുവല്യമ്മയും വല്യമാമനൊന്നും സമ്മതിക്കില്ല. കരഞ്ഞുകൊണ്ട് മാളവിക അങ്ങനെ പറഞ്ഞതും അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഈ ദേവാൻഷിനൊരു വാക്കുള്ള മോളെ, ഈ ജന്മത്തിൽ എനിക്കൊരു പാതി ഉണ്ടെങ്കിൽ അത് ഈ മാളവിക മാത്രമായിരിക്കും. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട്. എന്തായാലും ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടാകും, പിന്നെ സുഭദ്രാമയും. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും അധികം വൈകാതെ ഞാൻ അച്ഛനോട് സംസാരിക്കും. അതിനുശേഷം മാത്രം നമ്മുടെ ഈ ബന്ധം പുറത്തുള്ളവർ അറിഞ്ഞാൽ മതി. അതുവരെ ഇങ്ങനെ തന്നെ പോകട്ടെ. എന്നാൽ ദേവേട്ടന്റെ മോള് കിടന്നോ, ഞാൻ ഇന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. അവൻ അവളുടെ കവിളിലും തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നിറഞ്ഞ കണ്ണുകളുടെ സന്തോഷത്തോടെ മാളവിക നോക്കി നിന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? എന്താണ് ഇവിടെ? എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടികൂടുന്നത്? തങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ട് തിരികെ വന്ന വിശാൽ കാണുന്നത് പരസ്പരം മുടികൾ പിടിച്ച് കൊമ്പ് കോർക്കുന്ന വേദികയും ഗായത്രിയുമാണ്. ആദ്യമായിട്ടാണ് ആത്മസുഹൃത്തുക്കളായ ഇരുവരും പരസ്പരം തമ്മിൽ തല്ലുന്നത് അവൻ കാണുന്നത്. അതിന്റെ ഒരു ഞെട്ടലിലായിരുന്നു അവൻ ആദ്യം. പിന്നീട് സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫുഡ് മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ഇരുവരുടെ അടുത്തേക്ക് ചെന്ന് രണ്ടുപേരെയും ബലമായി തന്നെ പിടിച്ചു മാറ്റി. മാറി നിൽക്കുക വിശാൽ, ഈ പിശാജ്, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും, ഇവൾക്ക് എന്റെ ആത്രയെ വേണമെന്ന്. ഏ, എന്താ? ഗായത്രി പറഞ്ഞത് കേട്ട അന്തം വിട്ടുകൊണ്ട് വിശാൽ വേദികയെ നോക്കിയതും വേദിക പല്ലുകൾ ഞെരിച്ചുകൊണ്ട് വിശാലിനെ നോക്കിക്കൊണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നറിയാതെ വിശാൽ കുഴങ്ങി. നീ ചെവിയിൽ നുള്ളിക്കൂ ഗായത്രി,
നിന്റെ കൺമുന്നിൽ നിന്ന് തന്നെ എന്റെ ആത്രയെ ഞാൻ റാഞ്ചിക്കൊണ്ട് പോയില്ലെങ്കിൽ എന്റെ പേര് വേദിക എന്നല്ല, ഓർത്തു വെച്ചോ നീ. ഭീഷണിപ്പെടുത്താതെ ഒന്ന് ഇറങ്ങി പോടി ഇവിടെ നിന്ന്. ഗായത്രി അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വേദിക ഗായത്രിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേദിക, നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. വിശാൽ കാറിൽ കയറാൻ പോകുന്ന വേദിയുടെ അരികിൽ ചെന്ന് എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് അതിവേഗത്തിൽ അവളുടെ കാർ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയി കണ്ണനെ കണ്ട് നന്ദി പറയാമെന്ന് കരുതി മാളവിക ഒരു പട്ടുപാവാടയും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു അതിവേഗത്തിൽ ഗേറ്റ് കടന്നു വരുന്ന വേദികയുടെ കാർ. വേദികയാണ് കാറിൽ നിന്ന് കണ്ടതും മാളവികയുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുന്നോട്ടേക്ക് നടന്നതും ആ സമയം തന്നെയാണ് വേദിക കാറിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തെ വേദികയുടെ കോലം കണ്ടതും മാളവിക വാ തുറന്നു പോയി. മനോഹരമായി സ്ട്രെയിറ്റൻ ചെയ്തിരുന്ന അവളുടെ മുടിയെല്ലാം ഉയർന്ന് ചകിരി പോലെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. മുഖത്തെല്ലാം നഖം കൊണ്ട് ആരോ മാന്തിയ പാടുകൾ. സ്വതവേ കടും ചുവപ്പാർന്ന ലിപ്സ്റ്റിക് ആണ് വേദിക ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ അതെല്ലാം അവളുടെ ചുണ്ടിൽ നിന്ന് കവിളിലേക്കെല്ലാം പരന്നിട്ടുണ്ട്. കൈയുടെയും ദേഹത്തുമെല്ലാം ആരോ അടിച്ച പോലുള്ള പാടുകൾ. വേദികയുടെ അങ്ങനെയുള്ള കോലം കണ്ടതും മാളവിക ഒരു അനിയത്തിയുടെ വേവലാതിയുടെ അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അയ്യോ ചേച്ചി, ഇതെന്താ പറ്റിയത്? ചേച്ചി ആരാ തല്ലിയത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരാൻ നീ ആരാണെന്ന്? മാളവിന്റെ ചോദ്യത്തിന് കലി തുള്ളിക്കൊണ്ടുള്ള വേദികയുടെ മറുപടി കേട്ടതും മാളവിക ഞെട്ടിക്കൊണ്ട് പിറകോട്ടേക്ക് മാറി നിന്നു. അത് പിന്നെ ചേച്ചിയുടെ മുഖമെല്ലാം കണ്ടപ്പോൾ എന്റെ മുഖത്തും ശരീരത്തും അങ്ങനെ പലതും കാണും. അതിന് നിനക്കെന്താ? എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, എന്റെ കൈ നിന്റെ മുഖത്തിരിക്കും, കേട്ടല്ലോ. മാറി നിൽക്കടി അങ്ങോട്ട്. അവളെ പിടിച്ച് തള്ളിക്കൊണ്ട് ചവിട്ടിത്തുള്ളി അകത്തേക്കറി പോകുന്ന വേദികയെ നോക്കി മാളവിക സ്വയം പറഞ്ഞു. എന്നാൽ ഈ ചേച്ചിക്ക് എന്ത് പറ്റിയോ ആവോ. എന്തായാലും ആരുടെയോ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ആ മോന്ത കണ്ടാൽ തന്നെ അറിയാം. ചോദിക്കാൻ പോയ എന്നെ കടിച്ചു കയറിയതല്ലേ. എന്റെ ദേവി, ഇന്ന് വേദന കൊണ്ട് കിടന്നുറങ്ങാൻ കഴിയാതെ ആ പൂതന ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കണേ. അവൾ മുകളിലേക്ക് നോക്കി ദേവിയോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ പട്ടുപാട ഉയർത്തിപ്പിടിച്ച് ആ അമ്പലത്തിലേക്ക് ഓടി.